ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തികൾ നേരത്തെ നടന്നതായിരിക്കുന്ന പ്രവർത്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടയ്ക്കുണ്ടായ തീവ്രമായിട്ടുള്ള മഴ, ആ മഴ കാരണം ഇവിടെയുള്ളതായ മണ്ണും ചെളിയും എല്ലാം കൂടെ ഡ്രൈനേജ് മറ്റുള്ളതായിരിക്കുന്ന മേഖലകളുടെ ഡ്രൈനേജ് ഇല്ലാതെയും ഒഴുകി വന്ന് വീടുകളിൽ മുഴുവൻ വലിയതായ പ്രയാസങ്ങൾ. ഇന്നലെ അർദ്ധരാത്രി ആളുകൾ ഉറക്കമൊഴിഞ്ഞ് പുതിയ വെള്ളം പോകാനുള്ളതായിരിക്കുന്ന പുതിയ വഴികൾ ഉണ്ടാക്കുകയും അതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങളും എല്ലാമായി നിൽക്കുന്ന ഗുരുതരമായിട്ടുള്ള സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ കലക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഇന്നിവിടെ സ്ഥലത്ത് വന്ന് സ്പെഷ്യൽ ഓഫീസറും അതുപോലെ കിഫ്കോണിന്റെയും ഊരാലുങ്കലിന്റെയും ആളുകളെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരുമായിട്ട് സംസാരിച്ച് സമയബന്ധിത ഒരു 10-15 ദിവസം കൊണ്ട് പൂർണ്ണമായി ഇതിന് പരിഹാരം കാണാനുള്ള ഷെഡ്യൂൾ ഇന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ആ നിർദ്ദേശം സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള ക്രമീകരണം ചെയ്യണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. വിട്ടുവീഴ്ചയില്ലാതെ നിലവിൽ ഇവിടെ താമസിക്കുന്ന ആളുകളെ പറ്റി ഒരു കാര്യം പറയണം. അവര് പൂർണ്ണാർത്ഥത്തിൽ ഈ ടൗൺഷിപ്പിനെയും അതുപോലെ ഇവിടേക്ക് കടന്നു വരുന്ന ആളുകളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തതായിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇവിടെ താമസിക്കുന്നതായിരിക്കുന്ന ആളുകൾ. അവരവരുടെ യഥാർത്ഥത്തിൽ അവരുടെ സ്വത്വം ഓരോ ആളുകൾക്കും ഒരു അവരുടെ ജീവിതത്തിന്റെ ഐഡന്റിറ്റി ഉണ്ടാവും, പ്രദേശത്തിന്റെ. ആ ഐഡന്റിറ്റി ഈ നമ്മുടെ മുണ്ടകൈ ചൂരൽമല ദുരന്തബാധിതർ വരുമ്പോൾ ആ പ്രദേശത്തിന്റെ ഐഡന്റിറ്റിയായി മാറ്റാൻ വരെ തയ്യാറായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു വിഷമം വരുന്നതിനുള്ള പ്രയാസം ഗൗരവമായി ഉള്ളതാണ്. അത് കലക്ടർ ഉൾപ്പെടെ സ്പെഷ്യൽ ഓഫീസർ ഉൾപ്പെടെ കിഫ്കോൺ ഉദ്യോഗസ്ഥന്മാരും ഊരാലുങ്കലിന്റെ ആളുകളും എല്ലാവരുമായി ഇരുന്ന് ചർച്ച ചെയ്ത് അടിയന്തരമായ സ്റ്റെപ്പ് എടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. അതിന്റെ സമയബന്ധിതമായിട്ടുള്ള ഷെഡ്യൂള് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഷെഡ്യൂൾ അനുസരിച്ച് മുന്നോട്ട് പോകും. ഇതിൽ ഒരു എല്ലാം സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അത് ഷെഡ്യൂളാക്കി ടൈം ബോർഡ് മെഷീനാണ്, അല്ലാതെ കുറച്ചായി. അപ്പൊ ഇപ്പൊ അത് മാനേജ് ചെയ്ത് തീർക്കണം. കൂടുതൽ ഇറങ്ങിക്കിടക്കുന്ന മണ്ണെടുക്കാന്ന് പറയുന്നുണ്ടോ? അതൊന്ന് സെറ്റാക്കി റെഡിയാക്കി പോകണം. അതായത് കലക്ടറുകൾ പറയുന്ന പുറത്തേക്കുള്ള തോട് ഈ മണ്ണ് പോയി അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. അത് എടുത്തില്ലെങ്കിൽ അവിടെ ഉള്ളത് അങ്ങനെ